ഇതുവരെ ഇരുന്നില്ല അന്ന് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ പാട്ട് വന്നത് ഇവിടേക്ക് ഇവിടെ അങ്ങനെ ഓരോ ഇത് കാണുന്നുണ്ടല്ലോ. അവിടെ കണ്ട് ഇവിടെ അങ്ങനെ ഒരു റൗണ്ട്, പിന്നെ ഇവിടെ അങ്ങനെ ഒരു റൗണ്ട് കൊടുക്കണം. ഇവിടെ ഇവിടെയൊക്കെ റൗണ്ടിൽ മുത്ത് കൊടുക്കണം. ഒന്നാലഞ്ച് അപ്പോൾ റൗണ്ട് കൊടുക്കുക. ഞാൻ ഈ മുത്തിനുള്ളിൽ കൂടെ അങ്ങനെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ 4 മുത്തുകളാണ്. 1 2 3 4 മുത്ത് വന്നു. അപ്പോൾ 4 മുത്ത് 6 ഒരു റൗണ്ടിലെ മുത്തുകളെന്ന് പറയുന്നത് 6 മുത്തുകളാണ് കണക്കാക്കി വരുന്നത്. 6 മുത്ത് എടുത്തതിന് ശേഷമാണ് റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും 6 മുത്തോണ്ട് ഇതാക്കണം. അപ്പോൾ പേളിൽ മുത്തോണ്ടാണ് അത് റൗണ്ട് ഇതാക്കുന്നത്. അപ്പോൾ പേള് മുത്ത് ഞാൻ ഇവിടെ എടുത്ത് വെക്കണം. അപ്പോൾ അവിടെ ഈ ആദ്യത്തെ റൗണ്ട് നമുക്ക് ഇതാക്കി കൊടുക്കാറുണ്ട്. 4 മുത്തുകൾ 1 2 4 മുത്തെടുത്ത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഇതിൻ്റെ മുകളിൽ 2 മുത്തും കൂടെ കോർത്ത് കൊടുക്കുക. ഒരു സൈഡിൽ 2 മുത്തും കൂടെ കോർത്ത് കൊടുത്തിട്ട് ഈ നൂലുണ്ടല്ലോ, ഈ 2 മുത്ത് ഞാൻ ഇവിടെ ഈ നൂല് അതിനുള്ളിൽ കൂടെ എടുത്ത് കൊടുക്കുക. ഇവിടെ വരുന്ന ഈ ഒരു മുത്തുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ റൗണ്ടായി വന്നു. ഉള്ള റൗണ്ടായി വന്നു. ഇനി അടുത്ത റൗണ്ടിൽ ഇവിടെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ ഇതിനുള്ളിൽ റൗണ്ട് അതെങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ മുത്തുണ്ടല്ലോ, ഈ മുത്തിൻ്റെ ഈ റൗണ്ടിൻ്റെ ഈ ഇതെടുക്കുക. അതെടുത്തിട്ട് ഈ മുത്തുകളുണ്ടല്ലോ ഇതിനുള്ളിൽ കൂടെ അത് കോർത്ത് വെറുതെ പൊട്ടിച്ചിട്ട് ചെയ്യേണ്ട വെച്ചാൽ ഞാൻ ഒരേ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോന്നിനുള്ളിൽ കൂടെ പുറത്ത് കൊള്ളാനാണ്. അപ്പോൾ ഈ സൈഡിൽ എത്തുന്ന വരെ നമ്മൾ ചെയ്തെടുക്കണം. ഇവിടെ കണ്ടൊരു റൗണ്ടായി വന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് പുറത്ത് ഈ മുത്തുണ്ടല്ലോ, വരണ്ട താഴോട്ട് വരുന്നില്ല. കൂടുതലായിട്ടാവട്ടെ നല്ല ബുദ്ധിമുട്ടാണ്. എവിടെയോ തളഞ്ഞു ഞാത വന്നുകണ്ട. വന്നിട്ട് ഇവിടെയാണല്ലോ നമുക്ക് കൊണ്ടുവരുന്നത്. അതിനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ പുറത്തെടുക്കുക. ആ നൂല് അവിടെ വരെ കൊണ്ടുവരണം. ആലോചിച്ചാൽ മതി. ഇങ്ങനെ വന്നു. എന്നിട്ട് ഈ 2 മുത്തിനുള്ളിൽ കൂടെ പുറത്തെടുക്കുക. ഈ മുത്തിനുള്ളിൽ കൂടിയും പുറത്ത് പിന്നെ
ഈ മുത്തിനുള്ളിൽ കൂടിയും കൂടെ പുറത്തെടുക്കണം. എന്നാൽ ഇവിടെ നാലെണ്ണം വേണമല്ലോ. നാലെണ്ണം കഴിഞ്ഞിട്ടാണല്ലോ രണ്ടെണ്ണം എക്സ്ട്രാ പുറത്ത് കൊടുക്കുന്നത്. അങ്ങനെ വന്ന് ഇവിടെ ഞാൻ കൊണ്ടുവന്നു ഈ മുത്ത്, ഈ നൂല് കണ്ടേ. ഇനി ഇവിടെ ഉള്ള ഈ നൂലുണ്ടല്ലോ, ഈ ഒരു നൂല്, ഈ നൂലിതാ ഉള്ളിൽ കൂടെ പുറത്ത് കൊണ്ടുവന്നാൽ മതി. ഇവിടെ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ 2 മുത്ത് പുറത്ത് കൊടുക്കുക. 2 മുത്ത് മതി. അപ്പോൾ 4ഉം 2 6 ആകുമ്പോഴാണ് ആ റൗണ്ടിൽ ശരിയാകുന്നത്. ഇവിടെ റൗണ്ട് വന്നാൽ കണ്ടില്ലേ ആയിരിക്കും. അപ്പോൾ ഇതിന് ഈ മറ്റേ നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇത് പുറത്ത് കൊടുക്കണം. ഞാൻ നല്ല ഡീറ്റെയിൽഡായിട്ടാണ് പറയുന്നത്. എന്തിനാ വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ വന്നു. ഇവിടെ ഇപ്പോൾ 2 റൗണ്ട് വന്നു. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യണം. ഒരു റൗണ്ടും കൂടെ കോർക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ 2 റൗണ്ട് കോർത്തെടുത്താൽ മതി. ഇവിടെ കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ ഈ നൂലിങ്ങനെ കൊണ്ടുവരും. ഈ റൗണ്ടിലാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തെടുത്തില്ലേ. ഇവിടെ ഇപ്പോൾ റൗണ്ട് വരുന്ന കണ്ടില്ലേ, റൗണ്ട് ഷേപ്പ് വരുന്ന. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതിൻ്റെ മുകളിൽ കൂടെ എടുത്താൽ മതി. കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്, അത്രയേ ഉള്ളൂ. ഉള്ളിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല. ഉള്ളിൽ കൂടെ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തി. ഈ നൂല് പുറത്ത് കൊണ്ടുവരണം. ഈ നൂലിത് അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ണ് ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല.
ഓർക്കാത്തിരി പ്രയാസം കണ്ണിൻ്റെ ഇത് കൂടെ വന്നു, ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനി ഇതേമാതിരി തന്നെ 2 മുത്ത് കോർത്ത് കൊടുക്കുക. രണ്ട് മുത്ത് കോർത്തിട്ട് ഇതിനുള്ളിൽ കൂടെ എടുത്ത് ഇവിടെ അതേമാതിരി റൗണ്ട് വന്നു. 6 മുത്ത് വേണം ഒരു റൗണ്ടിൽ വരണമെങ്കിൽ. കണ്ടോ ഇതേമാതിരി. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഞാൻ റൗണ്ട് ഉണ്ടാക്കിയത്. ഇനി ഇവിടെ ഇതേ ഞാൻ കാണിച്ചു തന്ന മാതിരി ഇതവിടെയൊക്കെ ഈ റൗണ്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. കണ്ടോ ഈ ബാക്ക് ഗ്യാപ്പിലൊക്കെ ഇവിടെയൊക്കെ റൗണ്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. ഇതിപ്പം ഒരു റൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ. അടുത്ത റൗണ്ട് ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതുവരെ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി ഞാൻ എല്ലാത്തിൻ്റെ മുകളിൽ നിന്ന് റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ഇനി അടുത്ത ലൈനിലേക്ക് കിടക്കുകയാണ്. അടുത്ത ലൈനിലേക്ക് ഇവിടെ അങ്ങനെ വരുന്ന സമയത്ത് ചുവപ്പ് കൊടുക്കണം. അങ്ങനെ വേണം, ഒരു ക്രോസായിട്ട് വരും. അപ്പോൾ ഇവിടെ വരികയാണല്ലോ അപ്പോൾ ചെയ്ത് വെച്ചത്. അടുത്ത ലൈന് സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചാൽ ഈ കോർണറിലുള്ളത് എടുക്കുക. കണ്ട് ഇവിടെ ഇപ്പം നടുക്കിൽ വരുന്നതിൻ്റെ ഇത് കണ്ട് ഇവിടെ എന്തെങ്കിലും ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. നേരത്തെ ഞാൻ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള നൂലാണിത്. അപ്പോൾ ആ നൂലിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കോർത്തെടുക്കാം. വേറെ നൂലെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ വന്നു കണ്ടോ. അപ്പോൾ ഈ രണ്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇത് വന്നത്. 1 2. അപ്പോൾ 3 മുത്ത് വേണമല്ലോ ചെയ്യണമെങ്കിൽ. 3 പേൾമുത്ത് വെച്ചിട്ടാണല്ലോ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ചുവപ്പ് മുത്തെടുത്തിട്ട് ചുവപ്പും പച്ചയും അടുത്ത ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ വന്നു കണ്ടോ. ഇവിടെ അങ്ങനെ വന്ന് ഇനി അടുത്ത ഇവിടെ 2 മുത്തുള്ളതിനെ കൊണ്ട് ഇവിടെ 2 മുത്തുകളിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കോർത്ത് വെച്ചിട്ടുണ്ടല്ലോ. 1 2 3 മുത്ത് വേണമല്ലോ. അപ്പോൾ ഒരു പേൾമുത്തെടുക്കുക. ഒരു പേൾമുത്തെടുത്ത് കോർത്ത് വയ്ക്കുക. കോർത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചുവപ്പും കോർത്ത് വയ്ക്കുക. അങ്ങനെ വന്ന് ഇനി അടുത്തതാ ഈ അറ്റുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു ചുവപ്പ് മുത്ത് കോർത്ത് കൊടുക്കുക. അങ്ങനെ വന്ന് ഇതാ കണ്ടോ 3 മുത്ത് വന്ന് 3 എണ്ണത്തിന് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ അറ്റത്തുള്ളതിൻ്റെ ഉള്ളിൽ ഈ നൂല്, ഈ ചുവപ്പിൻ്റെ നൂലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടു ഇതേമാതിരി വന്നു കണ്ടു. അങ്ങനെ വന്നു അടുത്ത ഡിസൈൻ. അപ്പോൾ ഇവിടെ അങ്ങനെ ചുവപ്പ് വന്നു. പിന്നെ അടുത്ത ലൈനിൽ ചുവപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രണ്ടാമത് 3 പൾമുത്ത് കോർത്തെടുക്കുക. ഞാൻ നല്ല ഡീറ്റെയിൽഡായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാധാരണ ഓടിപ്പോയി തിരക്കൊന്നുമില്ല എവിടെയും പോകാനൊന്നും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂല് കോർത്തെടുക്കുക. ഇതേമാതിരി റൗണ്ട് വന്നു. ഇനി അടുത്തതായി ഈ നൂലുണ്ടല്ലോ,
ഈ നൂലിൻ്റെ മുകളിൽ നമ്മൾ 3 പേൾമുത്ത് കോർത്തെടുക്കുക. പേൾമുത്ത് കോർത്തെടുത്തിട്ട് ഒരു ചുവപ്പ് മുത്ത് കോർത്തെടുക്കുക. ഒരു ചുവപ്പ് മുത്ത് കോർത്തെടുത്തിട്ട് ഈ അറ്റത്തുള്ള നൂല് ഇതിനുള്ള കൂടെ പുറത്ത് കൊണ്ടുപോകണം. ഇതേമാതിരി വരുന്നത്, ഇതേമാതിരി ഈ റൗണ്ട് ഇങ്ങനെ വരും. പിന്നെ വീണ്ടും അതേമാതിരി തന്നെ 3 പേൾമുത്ത് കോർക്കുക. ഒരു ചുവപ്പ് മുത്ത് കോർത്ത് കൊടുക്കുക. ആദ്യമൊക്കെ കുറച്ച് പ്രയാസം നിന്ന് പിന്നെ പഠിച്ച് ആ മുത്ത് കോർക്കുന്ന ഒരു നാക്ക് വന്നാൽ എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് കോർത്ത് വരേണ്ടത് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അവിടെ എന്താ 5 മുത്ത് ഞാൻ കോർത്തെടുത്തു. 5 മുത്ത് ഇതേമാതിരി ഇത് ടൈറ്റ് ആയാലും ഇത് ശരിക്കും 5 മുത്ത് കോർത്തെടുത്തു. 5 മുത്ത് കോർത്തെടുത്ത് കഴിഞ്ഞാൽ 6ാമത്തെ മുത്ത് കോർക്കണം. അതിന് ഇത് അതേമാതിരി തന്നെ 3 പേൾമുത്ത് ആദ്യം കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് ഈ ഒരു ചുവപ്പ് മുത്ത് കോർത്ത് കൊടുക്കുക. ഒരു ചുവപ്പ് മൊത്തം കോർത്ത് കൊടുത്തിട്ട് ഈ അറ്റത്ത് വരുന്ന ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ചുവപ്പ് കൊടുക്കുക, പുറത്ത് കൊടുക്കുക. അപ്പം അങ്ങനെ വന്നു ഈ റൗണ്ട് ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഇതിനെ നോർത്തിയ ശരിയായിക്കോളുമായിരിക്കും. കണ്ടോ, ഇങ്ങനെ വന്നു. ഈ റൗണ്ട് അതേമാതിരി വന്നെടുത്തു. കണ്ടോ, അങ്ങനെ വന്ന് കഴിയുന്ന സമയത്ത് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മുത്ത് കോർത്ത് കൊടുക്കുക. ഒരു പേൾമുത്ത് കോർത്ത് കൊടുത്തിട്ട് ഇവിടെ വരുന്ന ഈ റൗണ്ടിൻ്റെ ഇവിടെ വരുന്ന ഈ 2 മുത്തിനുള്ളിൽ കൂടെ ഈ വക്കത്ത് വരുന്ന ഈ ഒരു മുത്തും ഈ ഒരു മുത്തിനുള്ളിൽ കൂടി ഇതുകൂടി കോർത്തെടുക്കുക. അപ്പോൾ ഇവിടെ 3 മുത്തായി. നമ്മൾ 3 മുത്താണല്ലോ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് 3 മുത്തുകൾ കോർത്തെടുക്കുന്നത്. കണ്ടോ, 3 മുത്ത് കോർത്തെടുത്തപ്പോൾ അത് ശരിയായി. എന്നിട്ട് ഈ ലെതലിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. കണ്ടോ, ഇതിൻ്റെ കൂടെ കോർത്തെടുത്ത് പിന്നെ ഈ ഒരു ബാക്കി വരുന്ന ഒരു മുത്തുള്ളത് ആദ്യത്തെ അതിതാ ഈ മുത്തിനുള്ളിൽ കൂടിയും കോർത്തെടുക്കുക. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായിട്ട് കോർത്തെടുക്കുക. അപ്പോൾ ഇതിവിടെ ശരിയായി. കണ്ടോ, സെറ്റായി. അങ്ങനെ വന്നുകൊണ്ട് ഇനി അടുത്ത എന്താ ചെയ്യുക വെച്ചാൽ ഈ മുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുപോകണം. അടുത്ത സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മുത്തുകളുടെ ഉള്ളിൽ കൂടെ അത് കോർത്ത് കൊണ്ടുവന്നാൽ മതി. അതിൻ്റെ ഉള്ളിൽ കൂടെ അത് കോർത്ത് ഉള്ളിൽ കൂടെ ഈ നടുക്കിലത്തെ ഇവിടെ വരുന്ന ഈ നടുക്കല മുത്തോളിൻ്റെ മുകളിലാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അപ്പുറം നൂല് വന്നു ഇവിടെ വന്നു. ഇനി ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. കണ്ട ഇത് വന്നു. ഇനി അടുത്തത് ഈ നടുക്കിൽ കിടക്കുന്ന ഒരു നൂലുണ്ടല്ലോ, അതാ ഈ നൂലിൻ്റെ മുകളിൽ നിന്ന്
ഒരു പേൾമുത്ത് കോർത്ത് കൊടുക്കുക. എന്തിനാ വെച്ചാൽ നടുക്കിലൊരു വെള്ള മുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് വെളിയും നൂല് ഇങ്ങോട്ട് വയ്ക്കുക. എന്നിട്ടിതാ ഇതിങ്ങനെ എടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഒരു ചുവപ്പ് മുത്തിനുള്ള കൂടെ അത് കോർത്ത് കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ ഇവിടെ കണ്ടോ? അങ്ങനെ വന്നു. ഇതാ കണ്ടോ? ഈ സ്റ്റൈലിൽ വരുന്നുണ്ട്. എന്നിട്ട് ഈ മുത്ത് നമുക്ക് ഇവിടെ ഈ നൂലുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കോർത്തെടുത്ത ഈ നൂല് ഇതിനുള്ളിൽ കൂടെ കൊണ്ടുവരണം. ഇവിടെ ഓപ്പോസിറ്റിൽ കൊടുക്കണമല്ലോ, എന്നാലല്ലേ അടുത്ത ലൈനിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാണുന്നില്ലേ? പിന്നെ ഇതാ ഈ നടുക്കലത്തേൻ്റെ മുകളിൽ കൊണ്ടുവരണം. ഇതൊന്നും കൂടെ അതിൻ്റെ ഉള്ളപ്പോൾ അങ്ങോട്ട് എടുത്താണ്. അപ്പം അത് ശരിക്കും വന്നു. ഈ ഷേപ്പാണ് വേണ്ടത്. ഉണ്ടോ? ഇതേമാതിരി വന്നു. ഇവിടെ അപ്പം അത് ചുവപ്പ് വന്നു, 10 വന്നു. ഇനി അടുത്ത ചെയ്യുന്ന സമയത്ത് പച്ചയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ലൈന് ശരിക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. മുത്തെടുത്ത് കോർക്കേണ്ട ഇത്. അടുത്ത ലൈനിൽ പച്ച മുത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് അവിടെ എത്തിയില്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളവിടെ ചെയ്ത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന ഇത് ഇവിടെ നടുക്കിലൊരു വെള്ള മുത്തല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഒരു വെള്ള പേൾമുത്ത് കോർത്ത് കൊടുക്കുക. ഈ സൈഡിൽ ഒരു പേൾമുത്ത് കോർത്ത് കൊടുക്കുക. എന്നിട്ട് പച്ചമുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. രണ്ടറ്റത്തും പച്ചമുത്ത് കോർത്ത് കൊടുക്കണം. ആദ്യത്തേൽ മാത്രം കോർക്കുന്നതിൽ മാത്രം പച്ച 2 കോർത്താൽ മതി. പിന്നത്തേലൊന്നും പച്ച കോർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വന്നു. അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കണ്ടോ? ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഈ പേൾമുത്ത് വേണ്ട, സോറി, ഒരു മുത്ത് മതിയിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കോർത്തെടുക്കണം, എന്നാലേ പെട്ടെന്ന് തെറ്റിപ്പോയത്. അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കോർത്തെടുത്തതിന് ശേഷം ഇതാ ഈ മുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കോർത്തെടുക്കുക. ഇങ്ങനെയാണ്. അതേമാതിരി ചെയ്തു. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു മുത്ത് ഇവിടെ കോർത്ത് കൊടുത്തു, പിന്നെ ഇവിടെ ഒരു മുത്ത് കോർത്തു. അങ്ങനെ ഇത് നടുക്കൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തുകൊണ്ട് ഈ മുത്തിൻ്റെ ഉള്ളിൽ ഈ നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇവിടെ വന്നത് പിന്നെ 3 പേൾമുത്ത് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പച്ചമുത്ത് കോർത്ത് കൊടുത്തിട്ട് പച്ചേൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂലെടുക്കുക. ഇതേമാതിരി വന്നിട്ടുണ്ട്. അടുത്ത 3 പേൾമുത്ത് കോർത്ത് കൊടുക്കുക.
3 മുത്തായി. ഇവിടെ 4ാമത്തെ മുത്താണ് ഞാൻ ഇവിടെ പുറത്ത് കൊടുക്കുന്നത്. 4ാമത്തെ മുത്ത് പുറത്ത് കൊടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ അതെടുക്കുക. അങ്ങനെ വന്നു. വീണ്ടും 3 പേൾമുത്ത് പുറത്ത് കൊടുക്കുക. പിന്നെ പച്ച കൊടുക്കണം. ഇത് കൂടെ കൊടുത്തെടുത്തുകൊണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര മുത്തായി അറിയാം? 5 മുത്തായി. ഇനി ഒരു മുത്തും കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല. 3 പേൾമുത്ത് വീണ്ടും പുറത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പച്ചമുത്ത് കൊടുക്കുക. പുറത്തെടുത്തിട്ട് അപ്പോൾ ഇവിടെ റൗണ്ട് ഫുള്ളായി കിട്ടി. 6 മുത്ത് വന്നിവിടെ. 6 മുത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റൗണ്ട് കംപ്ലീറ്റ് ആക്കണ്ട. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ റൗണ്ട് ഉണ്ടല്ലോ, ഈ 2ാമത്തെ ഈ മുത്തിൻ്റെ ഈ റൗണ്ടിൽ ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. പിന്നെ അതാ ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കോർത്തെടുത്തു. 3 മുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുത്ത് ഉണ്ടോ, കോർത്ത് വന്നില്ല. കയ്യിൻ്റെ ഉള്ളത് കൂടെ നൂല് വന്നില്ല. ഉള്ളിൽ കൂടെ കോർത്തെടുത്ത്. അപ്പോൾ ഇവിടെ എന്തായി? 2 മുത്ത് വന്നു. 3 മുത്തുകൾ വേണ്ട, 2 മുത്ത് വന്നു. അപ്പോൾ ഇവിടെ ഒരു മുത്തെടുക്കുക. വേറെ മുത്തെടുത്ത് ഇങ്ങനെ കോർക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഈ അറ്റത്ത് കിടക്കുന്ന നമ്മൾ കോർത്തെടുത്തുണ്ടല്ലോ, ഇതിനുള്ള കൂടെ അത് കോർത്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ റൗണ്ടിൽ ശരിയായി വന്നു. പിന്നെ ഈ കാണുന്ന ഈ നൂലുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നമ്മൾ കോർത്ത് കൊടുത്ത ഈ നൂല് കണ്ടോ, ഞാൻ വലിഞ്ഞു വന്ന അതിതാ ഇതിനുള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. നേരത്തെ കോർത്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ കോർത്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ അങ്ങനെ റൗണ്ടായിട്ട് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അത് കോർത്ത് കൊടുക്കുക. കോർത്ത് കൊടുത്ത് പിന്നെ ഇതാ ഈ 3 എണ്ണത്തിനുള്ളിൽ കൂടെ അത് കോർത്ത് കൊടുക്കുക. പിന്നെ അത് അതിനുള്ളിൽ കൂടെ അത് കോർത്ത് കൊടുക്കുക. അങ്ങനെ വന്നിട്ട് നമുക്ക് ഈ നടുക്കലത്തേൻ്റെ മുകളിലാണ് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കോർത്തെടുത്താൽ മതി. പേൾമുത്തിനുള്ളിൽ കൂടെ കോർക്കണമെന്നില്ല. അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഒരു പേൾമുത്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുക. ഇതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതാ ഈ 2 മുത്തിൻ്റെ ഉള്ളിൽ കൂടി 2 നൂലിൻ്റെ ഉള്ളിൽ കൂടി വേണമെങ്കിൽ കോർത്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഇതാ നടുക്കിൽ ഈ പേൾമുത്ത് വന്നു. അപ്പോൾ എന്നിട്ട് ഇത് അതിലൊരു നൂലെടുത്തിട്ട് ഏത് നൂല് വേണമെങ്കിലും എടുക്കുക. നൂലെടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു പേൾമുത്തിനുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. ഈ നടുക്കിലത്തെ ഈ മുത്തിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ മുത്തിൻ്റെ ഉള്ളിൽ അടുത്ത മുത്ത് കോർക്കേണ്ടത് അവിടെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടു. ഇനി ഇത് അവിടെ ഒരു മുത്ത് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക.
ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഈ മുത്തിനുള്ളിൽ കൂടെ കോർത്ത് കൊടുത്തു കണ്ടോ. അങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ കോർത്തെടുക്കുക. അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ കണ്ടോ 2 ഭാഗത്ത് ഓരോ നൂല് വീതം വന്നു. ഇവിടെ അതാ അതേമാതിരി വന്നു. ഇനി അടുത്ത് കോർക്കേണ്ടത് ചുവപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് കോർക്കാന്ന് സ്റ്റാർട്ടിങ് മാത്രം കാണിച്ചു തരാം. ഒരു പേൾ മുത്തെടുക്കുക, ഒരു ചുവപ്പ് മുത്ത് കോർക്കുക. ഈ സൈഡിലും അതേമാതിരി തന്നെ ഒരു പേൾ മുത്തെടുക്കുക, പിന്നെ ഒരു ചുവപ്പ് മുത്ത് കോർത്ത് കൊടുക്കുക. കോർത്ത് കൊടുത്തിട്ട് ഇതാ ഇതിനുള്ളിൽ കൂടെ ഇത് കൊണ്ടുവരിക. കണ്ടോ. അപ്പോൾ ഇവിടെ കണ്ടത് മതി. ഇതെവിടെ വന്ന മാതിരി വേണ്ടി ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ റൗണ്ട് കണ്ടത് ഇങ്ങനെ ഇതേമാതിരി ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഈ റൗണ്ടും ശരിയാക്കി. അങ്ങനെ ഈ അറ്റം വരെ ഈ ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്യണം. ഈ അറ്റത്ത് ഒന്ന് കുറച്ച്. അപ്പോൾ ഇവിടെ ഇത് 9 എണ്ണം ഉണ്ട്. 9 എണ്ണത്തിൽ ഇതിന് 8 എണ്ണം മതി. ഇവിടെ ഒരു ലൈനിൽ 8 എണ്ണം മതി. അപ്പോൾ എന്നാലേ ആ ഷേപ്പ് ഇങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെ ഇതുവരെ ചെയ്ത് കൊണ്ടുവരണം. ഇതുവരെ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം.